ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് വാഴക്കൂമ്പ് വടയാണ്. 2-3 കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. 2 കപ്പ് കടലപ്പരിപ്പ് അഥവാ വടപ്പരിപ്പ് ഒരു 3-4 മണിക്കൂർ നേരത്തിന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം വാലാൻ വേണ്ടി ഒരു വലപ്പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഒരുപാട് നേരം വെക്കേണ്ട, ആ വെള്ളം ഒന്ന് ഇറ്റിറ്റ് വീഴുന്ന ഒരു പരുവം മാറി കിട്ടിയാൽ മതി. ആദ്യമേ ചെയ്യേണ്ടത് ഈ പാളയ്ക്കകത്തുനിന്ന് ഈ പൂ ഭാഗം ആദ്യമേ മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ കിളുന്ന കൂമ്പൂടെ കുറച്ച് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഈ പൂവിനകത്തുനിന്ന് ഈ തീപ്പെട്ടിക്കോല് പോലുള്ള ഈ ഭാഗം എല്ലാത്തിനകത്തുനിന്നും മാറ്റിയെടുത്ത് വെക്കണേ. ഇതറിയാൻ മേലാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണിത്. നല്ല വെള്ളയായിട്ട് തന്നെ ഇരിക്കും. ഇതൊരു 3-4 ദിവസം പഴയതാണ് ഈ വാഴക്കൂമ്പ്. അത് കാരണമാണ് ഇച്ചിരി ഡാർക്കായിട്ടിരിക്കുന്നത്. എനിക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല ഫ്രഷായിട്ടുള്ള കിട്ടാറില്ല, ഇതുപോലൊക്കെ കിട്ടാറുള്ളത്. നിങ്ങൾ ഫ്രഷായിട്ടുള്ളത് നോക്കിയെടുക്കുക. ഇതിനകത്തൊന്ന് നല്ല കറുപ്പൊക്കെ മാറ്റിയിട്ട് ബാക്കി ഭാഗമെല്ലാം ഉപയോഗിക്കാം. മിക്സിയുടെ വലിയ ജാറെടുക്കുക. ഒരു 15-16 വെളുത്തുള്ളി അല്ലി ചേർക്കുക. ഇനി ഒരു 2-3 വറ്റൽമുളകാണ് അതോടെ ചേർക്കുക. ഇനി 1 സ്പൂൺ പെരുംജീരകം ഇല്ലേ 1.5 സ്പൂൺ പെരുംജീരകം ചേർക്കാവുന്നതാണ്. ഒട്ടും കുറയ്ക്കല്ലേ, നല്ല ടേസ്റ്റാണ് പെരുംജീരകം ചേർത്താൽ. ഇത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പരിപ്പ് ചേർത്തരയ്ക്കണം. പരിപ്പ് എല്ലാം കൂടി ഈ വലിയ ജാറിനകത്തിട്ട് ഒന്നിച്ചിട്ട് അരയ്ക്കരുത്, കുറേശ്ശെയായിട്ട് അരയ്ക്കണം. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് അരയ്ക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പരിപ്പ് സാധാരണ പരിപ്പ് വട അരയ്ക്കുന്നതിൽ 2 പൾസ് കൂടുതലായിട്ടൊന്ന് അരച്ച് വെക്കണം. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു തരാം. ഇതിലിപ്പോൾ ഒരു 8-10 എണ്ണം അരയാതെ കിടക്കും. അതങ്ങനെ കിടന്നോട്ടെ. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ഇതിപ്പോൾ 2 ട്രിപ്പായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇതിൽ കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരല്പം കായപ്പൊടി ചേർക്കുക. ഇനി ഇഞ്ചി വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് അത് ചേർക്കുക. ഒരേ ഒരു പച്ചമുളകാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അതും അരിഞ്ഞ് തന്നെ ചേർക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുണ്ട പിടിക്കുന്ന സമയത്ത് അത് വെളിയിലോട്ട് തള്ളി വരുവേ. മല്ലിയില അരിഞ്ഞ് ചേർക്കുക. ഈ വടയ്ക്ക് മാത്രമല്ല, മറ്റേ വട ഉണ്ടാക്കുമ്പോഴും മല്ലിയില ചേർത്ത് നോക്കുക. ചേർക്കാത്തവർ നല്ല ടേസ്റ്റാണ്. പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാളയാണ് ചേർക്കുന്നത്. ഒരു 3/4 കപ്പോളം ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ചോപ്പറിനകത്താണ് അരിയുന്നത്. ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ അരിയുന്നതായിരിക്കും ബെസ്റ്റ്. വളരെ ചെറുതായിട്ട് കൊത്തി അരിയാൻ നോക്കുക. ഇനി ലാസ്റ്റിലാണ് ചേർക്കേണ്ടത് പൂവ് ഭാഗം എടുത്ത് വെച്ചില്ലേ, അതാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. ഇനി ആ കൂമ്പിൻ്റെ കുറച്ച് ഭാഗം കൂടെ ചേർത്തിട്ടുണ്ട്. വാഴപ്പൂ ചേർക്കേണ്ടത് ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ലാസ്റ്റിൽ മാത്രമേ അപ്പം തന്നെ അരിയുക ചേർക്കുകയാണ് ചെയ്യേണ്ടത്. കുറേ നേരം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കറുപ്പായിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ആ തീപ്പെട്ടിക്കോല് ഭാഗം എല്ലാം മാറ്റി റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞത്. അത് തന്നെയുമല്ല, മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കണം വാഴപ്പൂവ്. നമ്മൾ ചീരയൊക്കെ അരിയത്തില്ല, ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോപ്പിംഗ് ബോർഡിനകത്ത് വെച്ച് അരിഞ്ഞെടുക്കത്തില്ല. അതുപോലെ അരിഞ്ഞെടുത്താൽ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇല്ല, നിങ്ങൾക്ക് അതുപോലെ അരിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാഴപ്പൂ എല്ലാം കൂടെ ചേർത്ത് വെച്ച് 2-3 പീസാക്കിയതിന് ശേഷം ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിനകത്തിട്ട് വലിച്ചെടുത്താലും മതിയേ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ടോ എന്നൊന്ന് പിടിച്ച് നോക്കണം. ഇല്ല, അങ്ങനെ പിടിക്കാൻ ഒരു വടപ്പരുവത്തിൽ കിട്ടുന്നില്ല, പൊട്ടിപ്പോകുന്നു എന്നുണ്ടെങ്കിൽ ഒരേ ഒരു ട്രിക്ക് മാത്രം ചെയ്യുക. ഇതിപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് ഈ പരിപ്പെല്ലാം കൂടെ മിക്സിയുടെ വലിയ ജാറിനകത്തോട്ട് ഇട്ടിട്ട് ഒരേ ഒരു പൾസ് അടിച്ച് നോക്കുക. പൾസ് അടിച്ചിട്ട് ഒന്ന് പിടിച്ച് നോക്കുക. അപ്പോൾ വടയുടെ രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു പ്രാവശ്യം കൂടി പൾസ് അടിച്ച് വെക്കുക. ഒരുപാട് അരയ്ക്കരുത്, ജസ്റ്റ് പൾസ് മാത്രമേ ചെയ്യാവൂ. അങ്ങനെ എന്തായാലും രണ്ടാമത് ചെയ്യുമ്പോഴത്തേനും അത് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് വടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് സാധാരണ അരയ്ക്കുന്നതിലും 2 പൾസ് കൂടുതൽ അടിച്ച് വെക്കണമെന്ന്. എല്ലാ വടയും ഒരേ ഷേപ്പിൽ അധികം കനവില്ലാതെ പരത്തി ഷേപ്പാക്കി എടുക്കാൻ നോക്കണേ. ഇനി ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഓരോന്നായിട്ട് പെറുക്കിയിടുക.
എണ്ണയിലോട്ട് ഇതാ വട ഇടുമ്പോഴത്തേന് ഒന്നിന് മേലെ ഒന്നൊക്കെ ടച്ചായിട്ട് ചില സമയത്തിരിക്കും. ഒന്നും ചെയ്യേണ്ട, 15-20 സെക്കൻഡ് നേരത്തേന് അങ്ങനെ വിടുക. ആ ചൂടെണ്ണയിലോട്ട് വട ചേരുമ്പോഴത്തേന് അതിനകത്ത് ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകും. അത് ലെവലാകാൻ വേണ്ടിയാണ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇളക്കണമെന്ന് പറഞ്ഞത്. ഈ വട മാത്രമല്ല, ഏത് വട ചെയ്താലും ഏത് ഫ്രൈഡ് ഐറ്റം ചെയ്താലും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഇത് കലങ്ങോ പൊട്ടിപ്പോവോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതാ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എണ്ണ നല്ല ക്ലിയറാണ്, ഒന്നും പൊട്ടിയൊന്നും വന്നിട്ടുമില്ല. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ബാക്കി ഫുൾ ടൈം വറുത്തെടുക്കണേ. അത് ഈ വട മാത്രമല്ല, നമ്മൾ എന്ത് ഡീപ്പ് ഫ്രൈ ചെയ്താലും ആ സാധനം എണ്ണയിലിട്ടതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് അനക്കി കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത് ഒട്ടിയും പിടിക്കത്തില്ല, പൊട്ടിയൊന്നും പോകാതെ പെർഫെക്റ്റായിട്ട് കിട്ടുവേ. പെരുംജീരകത്തിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ പട്ട, ഗ്രാമ്പു പൊടിച്ചോടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. പെരുംജീരകം തന്നെ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണവും ആ മല്ലിയിലയും സവാളയൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതാ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നല്ല പെർഫെക്റ്റായിട്ട് ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി എന്താ വാഴപ്പൂ ഇതുപോലെ കളയാതെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി ഇടാൻ കൂടി മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.